Hello students. Then today we will discuss about displaying an XML document with the help of XSLT. How we can display an XML document with the help of XSLT. That XSLT stand for, we already said XSLT stand for Extensible Style Sheet Language Transformations. It is mainly used for the XML documents. To apply some style rules to the XML documents, we are using XSLT. That is, XSLT is used to transform XML documents into other kind of document usually, but not necessarily XHTML. That is, XSLT is actually a style sheet. Using that XSLT, XML documents will appear like a HTML file. Okay, we already see how we can use CSS with XML. Okay, now we are going to use XML plus XSL file. XSL is the actually extensible style sheet language. We are going to apply XSL into XML. Basically, XSLT use two input files: the XML document containing the actual data and the framework. Next to the framework used to insert the data. ഒരു ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നു, അത് ആൻഡ് XML ഡോക്യുമെന്റും യൂസ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ സിൻടാക്സ് ബൈ യൂസിങ് ആൻ എക്സാമ്പിൾ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഞാനൊരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് രണ്ട് ഫയൽസ്. വി നീഡ് ടു ക്രിയേറ്റ് ടു ഫയൽസ്. ഓൺ XML ഫയൽ ആൻഡ് XML ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് അവർ ആക്ച്വൽ ഡേറ്റ ആൻഡ് XSL ഫയൽ ഈസ് ആക്ച്വലി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് അവർ സ്റ്റൈൽ ഷീറ്റ്. സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ അതേപോലെ ഒരു XML ഫയലും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, XSLനകത്ത് ആക്ച്വലി സ്റ്റൈൽ നമ്മൾ CSS യൂസ് ചെയ്ത പോലെയല്ല. XSL എന്ന് പറയുന്നത് ആക്ച്വലി ഓൾമോസ്റ്റ് സിമിലർ ടു HTML ആണ്. HTML ടാഗുകളൊക്കെ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ ഡീറ്റെയിൽ വി വിൽ എക്സ്പ്ലെയിൻ. ദെൻ എക്സാമ്പിൾ കാണാം. ഹിയർ ടു ഫയൽസ്, data.xml ആൻഡ് render.xsl. അപ്പോൾ XSL ഫയലിൻ്റെ, അതായത് XSLT സ്റ്റൈൽ ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .xsl ആണ്. .xsl ആയിരിക്കും അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ XML ഫയൽ നോക്കുക. XML ഫയൽ ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ഡേറ്റ. XML വേർഷൻ ഈസ് ഡിഫൈൻഡ്. ദെൻ സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ഈക്വൽ ടു text/XSL. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന text/CSS ആയിരുന്നു. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് text/XSL ആയി. ദെൻ href ഈക്വൽ ടു ദാറ്റ് ഫയൽ നെയിം .xsl. Here we are using the file name as render.xsl. Then the body of the XML part, message. Then message എന്ന് പറയുന്നത് ക്ലോസ് ചെയ്തു. ഒരു ഡേറ്റ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള. ആ എലമെൻറ്റിനകത്ത് ഡേറ്റ പ്ലേസ് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് നോക്കുക, render.xsl എന്ന് പറയുന്ന ഒരു ഫയൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് XML വേർഷൻ ഓൾമോസ്റ്റ് സിമിലർ ടു XML റൈറ്റ് ചെയ്യുന്ന അതേ വേയിൽ തന്നെയാണ് XSLT നമ്മൾ യൂസ് ചെയ്യുന്നത്. വേർഷൻ ഡിഫൈൻ ചെയ്തു. ദെൻ സ്റ്റൈൽ ഷീറ്റ് വേർഷൻ ഈക്വൽ ടു 1.0 എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ദെൻ XMLNS.:XSL കാണാം. XMLNS എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. XMLNS ഈസ് ദ XML നെയിം സ്പേസ്. ഇറ്റ് ഈസ് എ നെയിം സ്പേസ്. ആ നെയിം സ്പേസിൻ്റെ പാത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെയിം സ്പേസിൻ്റെ പാത്ത്. ദെൻ ഒരു XSL, ആ XSL നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ഈ XSL എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പ്രിഫിക്സ്. വി ആർ ഗോയിങ് ടു യൂസിങ് പ്രിഫിക്സ്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന നെയിം സ്പേസിൻ്റെ പ്രിഫിക്സ് ആണ് ഈ XSL എന്ന് പറയുന്നത്. XSL പ്രിഫിക്സ്. XMLNS XML നെയിം സ്പേസ് ആണ് XMLNS എന്ന് പറയുന്നത്. XSL ഈസ് ദ നെയിം സ്പേസ് വി ആർ ഗോയിങ് ടു യൂസ് ഇൻസൈഡ് അവർ ദിസ് ഡോക്യുമെന്റ്. ഇവിടെ കാണാം XSL ആ പ്രിഫിക്സോട് യൂസ് ചെയ്തു. ദെൻ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തു. മാച്ച് ഈക്വൽ ടു ഒരു / യൂസ് ചെയ്തു. ടെംപ്ലേറ്റ്, അതായത് നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം ഓരോ ഡേറ്റേനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. ഇപ്പോൾ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ നമ്മുടെ ഒരു XML ഡോക്യുമെൻറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ഓരോ ഡേറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. ഇവിടെ മാച്ച് ഈക്വൽ ടു / കാണിച്ചിരിക്കുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ദ എൻ്റയർ ഡോക്യുമെൻറ്റ് വിൽ കംസ് അണ്ടർ ദിസ് ടെംപ്ലേറ്റ് എന്നുള്ളതാണ്. വെറുതെ / മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ദ എൻ്റയർ ഡോക്യുമെൻറ്റ് വിൽ കംസ് അണ്ടർ ദിസ് ടെംപ്ലേറ്റ് എന്നുള്ളതാണ്. സിംഗിൾ ടെംപ്ലേറ്റ് ഈസ് വി ആർ യൂസ്ഡ് ഇൻ ദിസ് XSL എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ HTML ടാഗ് ഓപ്പൺ ചെയ്തു. ആക്ച്വലി HTML റൈറ്റ് ചെയ്യുന്ന അതേ വേയിൽ തന്നെയാണ് XSL റൈറ്റ് ചെയ്യുന്നത്. HTML ഓപ്പൺ ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ H1 എന്ന് പറയുന്ന ഹെഡിങ് ടാഗ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് XSL വാല്യൂ ഓഫ് സെലക്ട് ഈക്വൽ ടു മെസ്സേജ്.
H1-ന്റെ അകത്തേക്കുള്ള വാല്യൂ സെലക്ട് ചെയ്യാൻ റൈറ്റ് ചെയ്തിരിക്കുന്ന കോഡാണത്. H1-ന്റെ അകത്തേക്ക് വരേണ്ട ഡേറ്റ കിട്ടാൻ വേണ്ടി റൈറ്റ് ചെയ്തിരിക്കുന്ന കോഡാണത്. XSL, ദാറ്റ് ഈസ് അവർ നെയിം സ്പേസ് പ്രിഫിക്സ് കോളൻ വാല്യൂ ഓഫ് ഏതിന്റെ വാല്യൂ ആണോ നമുക്ക് H1-ന്റെ അകത്തേക്ക് കിട്ടേണ്ടത് അതാണ് അവിടെ വാല്യൂ ഓഫ് എന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ സെലക്ട് ഈക്വൽ ടു മെസ്സേജ്. അപ്പോൾ ഈ XML മെസ്സേജ് എന്ന് പറയുന്ന എലമെന്റിന്റെ അകത്തുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക. ഹൂഡി എന്നുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുക. ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു, അതേപോലെ ടെംപ്ലേറ്റ് ക്ലോസ് ചെയ്തു, ദെൻ സ്റ്റൈൽ ഷീറ്റും ക്ലോസ് ചെയ്തു. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ. XSL ഫയൽ എന്നൊരു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. XSLT document has the .xsl extension. XSLT file is using actually .xsl extension. The XSLT document begin with the XML version, then XML style sheet version and the namespace. Namespace യൂസ് ചെയ്യണം, അതേപോലെ XML version യൂസ് ചെയ്യണം, സ്റ്റൈൽ ഷീറ്റിന്റെ വേർഷനും നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യണം. 3 കാര്യങ്ങളും നമ്മൾ ഡിക്ലെയർ ചെയ്യണം. XML version we need to declare, then style sheet version we need to declare, then a namespace we need to declare. 3 കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, വേർഷൻ 1.0, ദെൻ സ്റ്റൈൽ ഷീറ്റ് വേർഷൻ ഈക്വൽ ടു 1.0. അപ്പോൾ അവിടെ കീവേഡുകളെല്ലാം ശ്രദ്ധിക്കുക. XSL കോളൻ സ്റ്റൈൽ ഷീറ്റ് വേർഷൻ ഈക്വൽ ടു 1.0 XMLNS. ഇത് നോക്കുക, ഒറ്റ ഇതിനകത്ത് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ദെൻ ഇവിടെ ലെസ് ദാൻ സിമ്പിൾ ഓപ്പൺ ചെയ്തു, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ക്ലോസ് ചെയ്തു. അവർ XSLനകത്ത് രണ്ടും യൂസ് ചെയ്തിരിക്കുകയാണ്. നെയിം സ്പേസും വേർഷനും കൂടി ഒരുമിച്ച് ഡിഫൈൻ ചെയ്തു. ദെൻ ടെംപ്ലേറ്റ് ഡിഫൈൻ ചെയ്യണം. ഏത് ടെംപ്ലേറ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ദ ടെംപ്ലേറ്റ് വി നീഡ് ടു ഡിഫൈൻ. ഇഫ് യു ആർ നോട്ട് ഗോയിങ് ടു വേറെ അധികം മോർ ദാൻ 1 ടെംപ്ലേറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇഫ് യു ആർ ഓൺലി യൂസിങ് 1 ടെംപ്ലേറ്റ് ഇൻ അവർ പ്രോഗ്രാം, ദെൻ / യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് XSL കോളൻ ടെംപ്ലേറ്റ് മാച്ച് ഈക്വൽ ടു ദെൻ / ദെൻ ആ ടെംപ്ലേറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഇതാണ് ടെംപ്ലേറ്റിന്റെ കാര്യം. ദ ടെംപ്ലേറ്റ് XSL ടെംപ്ലേറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുക. ദെൻ മാച്ച് ഈക്വൽ ടു / സേ ടു സെലക്ട് ദ എൻറ്റയർ ഫയൽ. അപ്പോൾ അത് / കൊണ്ട് മീൻ ചെയ്യുന്നത് വി ആർ നോട്ട് യൂസിങ് എനി അതർ ടെംപ്ലേറ്റ്സ് ഇൻ അവർ XSL ഫയൽ, വി ആർ ഓൺലി യൂസിങ് ദീസ് ടെംപ്ലേറ്റ്, ഓൾ ദ ഡേറ്റ കംസ് അണ്ടർ ദിസ് ടെംപ്ലേറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് റൂട്ട് നോഡിനെ സെലക്ട് ചെയ്യുന്ന അതേ ഒരു ട്രീയിലെ റൂട്ട് നോഡിനെ സെലക്ട് ചെയ്യുന്ന വേ ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി വേറെ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്, വേറെ എലമെന്റിന് നമ്മൾ വേറെ ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് സെപ്പറേറ്റ്ലി യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയൽ എന്ന് പറയുന്നത്. ടെംപ്ലേറ്റ് ഡിഫൈൻ ചെയ്തു, HTML ബോഡി, വാല്യൂ ഓഫ് സെലക്ട് മെസ്സേജ്, വാല്യൂ ഓഫ് inside the template, that namespace, then value of ഏത് വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്, ആ വാല്യൂ ഓഫ് കീവേഡ് യൂസ് ചെയ്തു. ദെൻ സെലക്ട് ഈക്വൽ ടു നമ്മുടെ എലമെന്റിന്റെ നെയിം, സെലക്ട് ദ മെസ്സേജ് ചൈൽഡ്. അപ്പോൾ ആ മെസ്സേജിന്റെ അകത്തുള്ള ഡേറ്റ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. അതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ റിസൾട്ടൻ ഫയൽ എന്ന് പറയുന്നത് ഈ ഒരു വേയിലായിരിക്കും. അതിന് ഈ കാണുന്ന ഒരു ഫയൽ കാണുന്ന പോലെ ആയിരിക്കും കാണുക. അപ്പോൾ HTML ഫയലിൽ ആക്ച്വലി നമ്മൾ ടാബ് യൂസ് ചെയ്താലും ആ ടാബ് അവിടെ ഡിസ്പ്ലേ ചെയ്യില്ല, ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് ആ ഡേറ്റ മാത്രമായിരിക്കും. ആ ഒരു ഫോമിലേക്കായിരിക്കും അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വർക്കിംഗ് ഓഫ് XSLT ഈസ് ആക്ച്വലി ട്രീ ഓർഡറിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുക. ട്രീ നോട്ട്സ് എങ്ങനെയാണോ നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. ദെൻ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യും. സെക്കൻഡ് വൺ, ഏത് ടെംപ്ലേറ്റ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ എലമെന്റിനും വേണമെങ്കിൽ, ഓരോ സബ് ചൈൽഡ് എലമെന്റ്സിനും വേണമെങ്കിൽ ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം, റൂൾസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് റൂൾസേ ഉള്ളൂ. സം സ്റ്റൈൽ സ്പെസിഫിക്കേഷൻ ആഡ് ചെയ്യുന്ന കുറച്ച് റൂള് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ടെംപ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ / യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. വാല്യൂ ഓഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളതും ഓക്കെ എങ്ങനെയാണെന്നുള്ളത് എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Now I will show one example. ഇവിടെ ഞാനൊരു XML ഫയൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ XSL ഫയൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം XML ഫയൽ ഓപ്പൺ ചെയ്യാം. ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു, കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഞാനൊരു XML ഫയൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. XML ഡേറ്റ അവൈലബിൾ ആണ്. വേർഷൻ ഡിഫൈൻ ചെയ്തു. വേർഷൻ ഈസ് ദർ. XML വേർഷൻ ഈക്വൽ ടു 1.0. ദെൻ സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്തു.
സ്റ്റൈൽ ഷീറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യുമ്പോൾ XML ഫയൽ ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ XS ഫയലും ക്രിയേറ്റ് ചെയ്യണം. ലിങ്ക് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു CSS ലിങ്കിങ് തന്നെ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ ടൈപ്പ് എന്ന് പറയുന്നതിൽ നമുക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ടൈപ്പ് ഈക്വൽ ടു text/XSL ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ല href എന്ന് പറയുന്നത് നമ്മുടെ .xsl ആയിരിക്കും അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ ഡേറ്റ ഡിഫൈൻ ചെയ്തു. ഇവിടെ ക്ലാസ് എന്ന് പറയുന്നതാണ് നമ്മുടെ റൂട്ട് എലമെൻറ്റ്. ക്ലാസ് ക്ലോസ് ചെയ്തു. ദെൻ എംപ്ലോയി എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ് എലമെൻ്റ് ആണ്. ഒരു എംപ്ലോയി ഓപ്പൺ ചെയ്തു, ഒരു എംപ്ലോയി ക്ലോസ് ചെയ്തു. ഒരു എംപ്ലോയിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിക് നെയിം, സാലറി ഉണ്ട്. ദെൻ അനദർ എംപ്ലോയി ഓപ്പൺ ചെയ്തു, അനദർ എംപ്ലോയി ക്ലോസ് ചെയ്തു. 3 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു XML ഫയലാണത്. 3 ഡിഫറെൻറ്റ് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു XML ഫയലാണ്. ഓരോ എംപ്ലോയീസിനെ നമുക്ക് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ID എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സിറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ക്രിയേറ്റ് ആൻ XML ഫയൽ ടു സ്റ്റോർ 3 സ്റ്റുഡൻസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫീൽഡ് നെയിംസ് ഒക്കെ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാന്നുള്ളത് അതിനകത്ത് മെൻഷൻ ചെയ്തത്. യു ക്യാൻ യൂസ് ഫീൽഡ് നെയിംസ് ആസ് യുവർ ചോയ്സ് എന്നുള്ളതായിരുന്നു അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളും കൂടിയാണ് ഈ കാണിക്കുന്നത്. യൂണിവേഴ്സിറ്റി 3 ഡിഫറെൻറ്റ് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് ആണ്. 3 ഡിഫറെൻറ്റ് എംപ്ലോയീസ് ഡീറ്റെയിൽസ്. ഓക്കെ, ID ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്തു. ദെൻ നമ്മൾ XSL ഫയൽ കാണാൻ പോവുകയാണെങ്കിൽ XSL ഫയലിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. XSL ഫയലിൽ നേരത്തെ പറഞ്ഞ പോലെ വേർഷനും എൻകോഡിങ് സ്കീമും നമ്മൾ ഡിഫൈൻ ചെയ്തു. XML വേർഷൻ ഈക്വൽ ടു 1.0, എൻകോഡിങ് ഈക്വൽ ടു ഏതാണെന്നുള്ള ഡിഫൈൻ ചെയ്തു. ദെൻ സ്റ്റൈൽ ഷീറ്റിൻ്റെ വേർഷൻ ഡിഫൈൻ ചെയ്തു. നേരത്തെ പറഞ്ഞു സ്റ്റൈൽ ഷീറ്റിൻ്റെ വേർഷൻ വേണമെന്ന് പറഞ്ഞു. ദെൻ നെയിം സ്പേസ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തു. നെയിം സ്പേസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ, ദെൻ ടെംപ്ലേറ്റ്, third one template. This is the first one, XML declaration. Then second one is our style sheet version and our namespace declaration. And third one is our template declaration. XSL template match equal to slash. Template ഏതാണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു. Template that slash indicating we are not using any other templates in our XSL file. The entire data comes in same template. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ HTML പോർഷൻ നമ്മൾ റൈറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. HTML പോർഷൻ നമ്മൾ യൂസ് ചെയ്യണം. HTML നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന HTML ടേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഒരു ടേബിൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ടേബിൾ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടേബിളിന് വേണ്ട HTML കോഡാണ് നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്നത്. HTML ഓപ്പൺ ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു. ദെൻ H2 ഒരു ഹെഡിങ് ഓപ്പൺ ചെയ്തു. ആ ഹെഡിങ്ങിൻ്റെ ഡേറ്റ എംപ്ലോയി എന്നുള്ളത് കൊടുത്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഹെഡിങ് അവിടെ യൂസ് ചെയ്തു, അതിൻ്റെ ഡേറ്റ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ഡേറ്റ അവിടെ യൂസ് ചെയ്തു. ദെൻ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ബോർഡർ സെറ്റ് ചെയ്തു. ടേബിളിൻ്റെ ബോർഡർ കൊടുത്തില്ലെങ്കിൽ അതിന് ടേബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ബോർഡർ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ടേബിൾ റോ ഡിഫൈൻ ചെയ്തു. ടേബിൾ റോ എന്ന് പറയുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഹെക്സാഡെസിമൽ കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഒരു ഗ്രീൻ കളറാണത്. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തു. ദെൻ ടേബിൾ ഹെഡിങ്സ് പ്രൊവൈഡ് ചെയ്തു. ഓരോ കോളത്തിൻ്റെയും ഹെഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ആദ്യത്തെ കോളത്തിന് ID എന്ന് കൊടുത്തു. സെക്കൻഡ് കോളത്തിൻ്റെ നെയിം ഫസ്റ്റ് നെയിം കൊടുത്തു. തേർഡ് കോളത്തിൻ്റെ ഹെഡിങ് നെയിം ലാസ്റ്റ് നെയിം കൊടുത്തു. ഫോർത്ത് കോളത്തിൻ്റെ ഹെഡിങ് നെയിം നിക് നെയിം കൊടുത്തു. ആൻഡ് ഫിഫ്ത്ത് കോളത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് സാലറി കൊടുത്തു. അതായത് ഡേറ്റ നോക്കുക, ഇവിടെ നോക്കുക, നമുക്ക് ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിക് നെയിം, സാലറി 1 2 3 4 5 5 കോളമാണ് നമ്മൾ ഡേറ്റയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ 5 കോളം ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനിയാണ് നമ്മൾ ഡേറ്റ റിട്രീവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കുക, നമുക്ക് ഡേറ്റ എന്ന് പറയുന്ന 3 ഡിഫറെൻറ്റ് എംപ്ലോയീസിൻ്റെ ഡേറ്റയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 ഡിഫറെൻറ്റ് എംപ്ലോയീസിൻ്റെ ഡേറ്റ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് 3 എംപ്ലോയീസിൻ്റെയും ഡേറ്റ നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് കുറേ മോർ ദാൻ 1 ഡേറ്റ നമുക്ക് ഉണ്ടെങ്കിൽ ആ മോർ ദാൻ 1 ഡേറ്റനെ റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫോർ ഈച്ച് എന്ന് പറയുന്ന ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ ഈച്ച് എന്ന് പറയുന്ന ഒരു ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കമൻറ്റ് കാണാം. ദാറ്റ് ഫോർ ഈച്ച് പ്രോസസ്സിംഗ് ഇൻസ്ട്രക്ഷൻ looks for each element matching with the XPath expression. നമ്മൾ XPathൽ ഡിഫൈൻ ചെയ്ത്, XPath എന്ന് പറയുന്നത് ഈ സെലക്ട് കഴിഞ്ഞ് ഡിഫൈൻ ചെയ്യുന്ന പോർഷനിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റനെയാണ് XPath എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. XPath അതാണ് പാത്ത് എന്ന് പറയുന്നത്. പാത്ത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ പാത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റ ഏതാണോ ഇതാണ് XPath എന്ന് പറയുന്നത്. ഈ പാത്തിൽ കാണിക്കുന്ന ഡേറ്റ ഏതാണോ ഈ പാത്തിൽ കാണിക്കുന്ന
മാച്ച് ചെയ്യുന്ന എലമെൻറ്റിനോട് മാച്ച് ചെയ്യുന്ന ഡേറ്റേനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഫോർ ഈച്ച് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, അതിൻ്റെ സിൻടാക്സ് നോക്കുക. നെയിം സ്പേസ് കോളൻ ഫോർ ഈച്ച്, ഫോർ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ, ദെൻ ഈച്ച് സെലക്ട് ഈക്വൽ ടു ഏതിൻ്റെയാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ സെലക്ട് ചെയ്യേണ്ട എലമെൻറ്റ് നെയിം അവിടെ ഡിഫൈൻ ചെയ്യാം. ക്ലാസ് സ്ലാഷ് എംപ്ലോയി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്ലാസ് റൂട്ട് നെയിം ഫോളോഡ് ബൈ ചൈൽഡ് നെയിം ക്ലാസ് സ്ലാഷ് എംപ്ലോയി, അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ക്ലാസ് എന്ന് പറയുന്ന റൂട്ടിനകത്ത് എംപ്ലോയി എന്ന് പറയുന്ന ചൈൽഡിൻ്റെ ഡേറ്റയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലാസ് സ്ലാഷ് എംപ്ലോയി. ദെൻ ടേബിൾ റോ ഓപ്പൺ ചെയ്തു, നെക്സ്റ്റ് റോ ഓപ്പൺ ചെയ്തു, ടി ഡി ഓപ്പൺ ചെയ്തു, ടേബിൾ ഡേറ്റ ഓപ്പൺ ചെയ്തു. ഇനിയാണ് വാല്യൂ പ്രോസസ്സിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാല്യൂ റിട്രീവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. വാല്യൂ ഓഫ് പ്രോസസ്സിംഗ് ഇൻസ്ട്രക്ഷൻ പ്രോസസ് ദ വാല്യൂ ഓഫ് ദ എലമെന്റ് മാഷ്ഡ് വിത്ത് ദ എക്സ്പാത്ത് എക്സ്പ്രഷൻ. എക്സ്പാത്ത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. സെലക്ട് കഴിഞ്ഞ് നമ്മൾ പാസ് ചെയ്യുന്ന എലമെന്റ് നെയിമിനെയാണ് ആക്ച്വലി എക്സ്പാത്ത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സെലക്ട് ഈക്വൽ ടു എലമെന്റ് നെയിം, ദാറ്റ് ഈസ് അവർ എക്സ്പാത്ത് എക്സ്പ്രഷൻ. നെക്സ്റ്റ് ഇനി വാല്യൂ റിസീവ് ചെയ്യാനായിട്ട് നമ്മുടെ നെയിം സ്പേസ് വാല്യൂ ഓഫ് കീവേഡ്, ദെൻ സെലക്ട് ആട്രിബ്യൂട്ട് ഈക്വൽ ടു ID, ദാറ്റ് ഈസ് ദ എലമെന്റ് നെയിം. ഇത് ആട്രിബ്യൂട്ട് നെയിം ആയതുകൊണ്ടാണ് ഇതിനെ പ്രിഫിക്സ് ആയിട്ട് @ യൂസ് ചെയ്തിരിക്കുന്നത്. ആട്രിബ്യൂട്ട് നെയിം ആകുമ്പോൾ അതിന് പ്രിഫിക്സ് ആയിട്ട് നമ്മൾ @ യൂസ് ചെയ്യും. ID എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആട്രിബ്യൂട്ട് നെയിം, സോ @ID. അപ്പോൾ ആദ്യത്തെ എംപ്ലോയിയുടെ ID 001 എന്നുള്ളത് അവിടെ നമുക്ക് ഫസ്റ്റ് റോയിൽ, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിലേക്ക് റിസീവ് ചെയ്യും. സെലക്ട് ഈക്വൽ ടു വാല്യൂ ഓഫ് സെലക്ട് ആട്രിബ്യൂട്ട് ദെൻ ഫോളോഡ് ബൈ എലമെന്റ് നെയിം. ഈ എലമെന്റ് നെയിമിനെയാണ് ആക്ച്വലി എക്സ്പാത്ത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എക്സ്പാത്ത് എക്സ്പ്രഷൻ ആട്രിബ്യൂട്ട് ആയതുകൊണ്ടാണ് @ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ TD ക്ലോസ് ചെയ്തു, ഫസ്റ്റ് TD ക്ലോസ് ചെയ്തു, ദെൻ സെക്കൻഡ് TD ഓപ്പൺ ചെയ്തു. XSL വാല്യൂ ഓഫ് select equal to first name. First name is the element name that is used inside our XML document. ഇതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് നെയിം. അതേപോലെ ലാസ്റ്റ് നെയിം, നിക് നെയിം, സാലറി. ലാസ്റ്റ് നെയിം, നിക് നെയിം, സാലറി. ദെൻ TR ക്ലോസ് ചെയ്തു. ഇതൊരു ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോലെ വർക്ക് ചെയ്തോളും. എത്ര എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ടൈംസ് ഇത് വർക്ക് ചെയ്ത് നമ്മുടെ ഡേറ്റാസ് ആക്ച്വലി നമുക്ക് ഫെച്ച് ചെയ്ത്. ദെൻ ഫോർ ഈച്ച് ക്ലോസ് ചെയ്യുക, ഫോർ ഈച്ച് ഓപ്പൺ ചെയ്തു, ദെൻ ഫോർ ഈച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, ദെൻ അതിന് മുമ്പായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ഒരു ടാഗാണ് ടേബിൾ ടാഗ്. ടേബിൾ എലമെൻറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ ടേബിളിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക. ദെൻ HTML ടാഗ് ക്ലോസ് ചെയ്യുക, താഴെ നോക്കുക ക്ലോസ് ചെയ്യുക. ദെൻ ടെംപ്ലേറ്റ് ക്ലോസ് ചെയ്യുക, ദെൻ സ്റ്റൈൽ ഷീറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതാണ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. XML വേർഷൻ ഡിഫൈൻ ചെയ്യണം ആദ്യം, ദെൻ സ്റ്റൈൽ ഷീറ്റ് വേർഷൻ ഡിഫൈൻ ചെയ്യണം, നെയിം സ്പേസും അതിനകത്ത് തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, ദെൻ ടെംപ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യണം. ഇത് റൂട്ട് എലമെൻറ്റിനെ ഡിഫൈൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ വേറൊരു ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ടെംപ്ലേറ്റിനെ നമ്മൾ ഏത് എലമെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ആ എലമെൻറ്റ് നെയിം ഇവിടെ ഡിഫൈൻ ചെയ്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് നെയിമിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെയിം പാത്ത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ആണെന്നുള്ള എലമെൻറ്റ് നെയിം അവിടെ ഡിഫൈൻ ചെയ്താൽ മതി. അതർവൈസ് യു ക്യാൻ യൂസ് // ദെൻ HTML ബോഡി. ഇവിടെ ടേബിളാണ് നമ്മൾ യൂസ് ചെയ്തത്. ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ടേബിൾ റോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടേബിൾ ഹെഡിങ്സ് ഡിഫൈൻ ചെയ്തു. ഡേറ്റ റിസീവ് ചെയ്യാനായിട്ട് മോർ ദാൻ 1 ഡേറ്റാസ് അവൈലബിൾ ആയതുകൊണ്ട് നമ്മളൊരു ഫോർ ഈച്ച് പ്രോസസ്സിംഗ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തു. ഫോർ ലൂപ്പിനോട് സിമിലറാണ് ഫോർ ഈച്ച് വർക്ക് ചെയ്യുന്നത്. ദെൻ സെലക്ട് എന്ന് പറയുന്നൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തു. ആ സെലക്ട് യൂസ് ചെയ്തിട്ട് ഏത് കറസ്പോണ്ടിങ് എലമെൻറ്റിൻ്റെ ഇൻഫർമേഷൻ ആണോ നമ്മൾ റിസീവ് ചെയ്യുന്ന ആ എലമെൻറ്റിൻ്റെ പാത്ത് ഇവിടെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തു. ഇതിനെയാണ് നമ്മൾ എക്സ്പാത്ത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സെലക്റ്റിനകത്ത് പാസ് ചെയ്യുന്ന എക്സ്പ്രഷനെയാണ് എക്സ്പാത്ത് എക്സ്പ്രഷൻ. /employee. ദെൻ വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ റിസീവ് ചെയ്തു. വാല്യൂ ഓഫ് @ യൂസ് ചെയ്യാനുള്ള കാരണം, സെലക്ട് കഴിഞ്ഞിട്ട് നമ്മൾ @ യൂസ് ചെയ്യാനുള്ള കാരണം ദാറ്റ് ഈസ് ആൻ ആട്രിബ്യൂട്ട് ആയതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാനുള്ള. ദെൻ ഇത് ലിങ്ക് ചെയ്യുക, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. നമ്മൾ XML ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ദെൻ ഓപ്പൺ വിത്ത് ബ്രൗസ്. ഇതുണ്ട് എംപ്ലോയി എന്ന് പറയുന്ന നമ്മുടെ ഹെഡിങ് കാണാൻ നിങ്ങൾക്ക് അവിടെ. എംപ്ലോയി എന്ന് പറയുന്ന ഹെഡിങ് കാണാം.
ദെൻ ഐ ഡി, ബോർഡർ യൂസ് ചെയ്തൊരു ഗ്രീൻ കളറാണെന്ന് ഞാൻ പറഞ്ഞു. ബോർഡർ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിക് നെയിം, സാലറി, 3 പേരുടെയും ഡീറ്റെയിൽസ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിക് നെയിം, സാലറി. അത് ആ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ XML ഡോക്യുമെൻറ്റിൽ നിന്നാണ് നമ്മൾ റിസീവ് ചെയ്തത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നോർമൽ HTML അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. XSL വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.